നമുക്കിപ്പോൾ ജിയോജിത്തിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾറെഡി ഞാനത് വരച്ചിട്ടിട്ടുണ്ട്, ഒന്നുകൂടെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ. പിന്നെ ഞാൻ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു അനാലിസിസ് ഞാൻ പറയാം, എൻ്റെ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ചാനൽ, ഈ ഒരു ഗ്രീൻ ലൈൻ നമുക്കൊരു ചാനലായിട്ട് നമുക്ക് കാണാം. ഇതൊരു സപ്പോർട്ട്, ഇത് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് കാണാം. ഓക്കെ, ഒരു ട്രയാങ്കിൾ പാറ്റേൺ. ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, അതായത് 2018 മുതൽ ഇവിടെ റെസിസ്റ്റൻസ്. ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു 2017 ഒക്ടോബർ ആ ഒരു സമയത്താണ് നമുക്ക് താഴെ കാണാം. അപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓൾ ടൈം ഹൈ കിടപ്പുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഈ ഒരു റീജിയണിലെ ഓൾ ടൈം ഹൈ തന്നിട്ടുണ്ട്. അപ്പം ഓൾ ടൈം ഹൈയിലോട്ട് അപ്പോൾ കൊണ്ടിരിക്കുന്നത്. അവിടെ ചിലപ്പോൾ റെസിസ്റ്റൻസ് എടുത്തേക്കാം. ഈ ഒരു പാറ്റാണ്, അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തേക്കാം. നമുക്ക് ഇച്ചിരി ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇത് ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് റീടെസ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഷെയർ മാർക്കറ്റ് എപ്പോഴും ന്യൂട്രലായിരിക്കും, അതെപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം അത് ചിലപ്പോൾ ഇങ്ങനെ അതൊരു ഒറ്റയടിക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് തന്നേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പോയിട്ട് പിന്നെ ആയിരിക്കും മൂവ്മെൻറ്റ് വരുന്നത്. ചിലപ്പോൾ അത് താഴോട്ടൊരു മൂവ്മെൻറ്റ് തന്നേക്കാം. അപ്പോൾ നമുക്കത് ചെയ്യുക എന്നുള്ളത് റിമൂവ് ചെയ്യാം. അത് നമുക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കത് വെയിറ്റ് ചെയ്യുക, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. എപ്പോഴും ഒരു നോട്ടമുള്ളതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കൊരു അലേർട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു റീടെസ്റ്റ് തന്നാൽ അതൊരു സപ്പോർട്ടായി, സ്ട്രോങ് സപ്പോർട്ടാക്കി എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് കിടപ്പുള്ളതുകൊണ്ട് അതൊന്ന് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു റീടെസ്റ്റ് തരുവാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു റീടെസ്റ്റ് തരുവാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് സപ്പോർട്ടായെന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരു ഫ്യൂച്ചർ മൂവ്മെൻറ്റ് മണ്ടക്കോട്ടാണെന്ന് നമുക്കത് അനുമാനിക്കാം. അപ്പോൾ അതായത് നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് വരെ, തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് വരെ നമുക്കത് ഒരു പോയിന്റ്, നമുക്ക് അത്രയും പോയിന്റ്സ് മൂവ്മെൻറ്റ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ പോയി ചിലപ്പം ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യും. അപ്പോൾ എത്ര നാൾ ഹോൾഡ് ചെയ്യാതെ നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരു താഴത്തെ ഈ ഒരു റെസിസ്റ്റൻസ് ഈ താഴത്തെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നത് വരെ നമുക്കതൊരു ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ തൊട്ടടുത്തൊരു പെട്ടെന്നൊരു എക്സിറ്റ് എന്നുള്ള രീതിയിൽ തൊട്ടടുത്തുള്ള എക്സിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ആകുന്നത് വരെ, റിവേഴ്സിൽ വരുന്നിടം വരെ നമുക്കത് ഹോൾഡ് ചെയ്യാം. പിന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് നഷ്ടങ്ങൾക്ക് കമ്പനി ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല. ജസ്റ്റ് എൻ്റേതായിട്ടുള്ളൊരു വ്യൂ, അതായത് ഞാനിപ്പോൾ ചെയ്തു നോക്കുന്ന, ഇപ്പം എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നൊരു വ്യൂ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ചാർട്ടൊന്ന് വരച്ച് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഒന്ന് കണ്ടു നോക്കുക. ജസ്റ്റ് ഒരു ബിഗിനേഴ്സിൻ്റെ ഉള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേ ഉള്ളൂ. ടെക്നിക്കൽ അനാലിസിസ് മാത്രം, ഫണ്ടമെൻ്റലി ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ബേസിക്കലി എൻ്റേതായിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു കമ്പനിയുടെ ചാർട്ട് എപ്പോഴും നന്നായിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ നോക്കാവുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അപ്പോൾ നമ്മുടേതായിട്ടുള്ള റിസ്ക് വെച്ചിട്ട് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് കയറാം. അല്ലെങ്കിൽ ഇതിന് തൊട്ട് താഴെ ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. ഈ ഒരു വൈറ്റ് ലൈൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അത്ര നമുക്കത് ഹോൾഡ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലൈനിൻ്റെ ഇവിടെ എന്താണ് ആക്ട് ചെയ്യുന്നത്, താഴോട്ട് പോവോ അല്ലെങ്കിൽ റീടെസ്റ്റ് എടുക്കുന്നുണ്ടോ നമുക്ക് നോക്കിയിട്ട് നമുക്കൊരു എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. അത്രേ ഉള്ളൂ. താങ്ക് യു.